ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഗോൾഡിന്റെ പ്രൈസ് അടിച്ച് കയറി വരികയാണല്ലോ. പക്ഷേ ഇന്നലെ തൊട്ട് ഗോൾഡ് പ്രൈസ് ഡ്രോപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ 7,000 രൂപയാണ് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി കാലത്ത് തന്നെ ഒരു 3,000 രൂപ ആ റേഞ്ചിലൊക്കെ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 2025 ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണോ? അതായത് ഏത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നല്ലത്? ജ്വല്ലറി വാങ്ങിച്ചു വെക്കുന്നതാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ, നമ്മുടെ RBI ആ സംഭവം ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ജ്വല്ലറി, ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് അല്ല, നമ്മുടെ എന്താ പറയുക, ഡിമാൻഡ് അക്കൗണ്ട് ത്രൂ ETF വെച്ച് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിലേത് മെത്തേഡാണ് നമുക്ക് നല്ലത്, കുറച്ചുകൂടി നല്ല, ഏറ്റവും കൂടുതൽ? അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ തന്നെ കുറേ ജ്വല്ലറീസുകൾ, അതായത് ഇപ്പോൾ വലിയ ഹൈ എന്താ പറയുക, ഭയങ്കര വലിയ ജ്വല്ലറീസുകളൊക്കെ ഉള്ളത് ഒഴിച്ച് കുറേ എണ്ണം, മിക്ക ചെറിയ ജ്വല്ലറീസൊക്കെ ഇപ്പോൾ പൂട്ടി. എന്നുവെച്ചാൽ ഇത്രയും പ്രൈസ് കൂടിയതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാൻ ആളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൈസ് കൂടിയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബൾക്കായിട്ട് ലോൺ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ജ്വല്ലറിക്കാർ അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, ക്യാഷിന് വിൽക്കാൻ എടുക്കുന്നില്ല. വേണമെങ്കിൽ അവർ പറയും ചിലപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് തരാമെന്ന് പറയും, പക്ഷേ ക്യാഷായിട്ട് കുറേ പേര് എടുക്കുന്നില്ല. ഇത് കുറേ പേര് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അമ്മാര് പ്രൈസാണ് ആക്ച്വലി ഗോൾഡിനെ ഇപ്പോൾ കൂടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം മിക്ക ആൾക്കാരും ഈ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വിറ്റിട്ട് കാശാക്കാനാണല്ലോ മിക്ക ആൾക്കാരും ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത്. ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കുന്നത് വേറെ. ഇപ്പോൾ ഗോൾഡ് കോയിൻ ആയിക്കോട്ടെ. ഞാൻ ആക്ച്വലി എൻ്റെ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയാം. അത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി അല്ല, കുറച്ച് കാലമായിട്ട് മുമ്പേ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ഇപ്പോൾ വഴിയെ തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ചെറുപ്പത്തിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് നൽകാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, എല്ലാ സംഭവങ്ങളും കിട്ടും, അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഗോൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് മോഡ്സുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഗോൾഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നോർമലി ഇപ്പോൾ സേഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഈ RBIയുടെ സൈഡിൽ നിന്ന് വരുന്ന നമ്മുടെ സോവറിൻ ബോണ്ട് ഉണ്ടല്ലോ, സോവറിൻ ബോണ്ട്. അത് ആക്ച്വലി നല്ലൊരു പരിപാടിയാണ്. പക്ഷേ നിങ്ങളൊരു 8 കൊല്ലത്തേക്കൊക്കെ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ കാരണം കിട്ടുക. അതൊരു നല്ലൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. പക്ഷേ ഞാൻ ആക്ച്വലി സോവറിൻ ഗോൾഡ് ബോണ്ട് നോർമലി ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഏതൊക്കെ ടൈപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ജ്വല്ലറി എന്നല്ല, ജ്വല്ലറി നമുക്ക് ഒന്നുകൂടി നഷ്ടമാണ്. നമുക്ക് ആക്ച്വലി ഗോൾഡ് ബാറോ ഗോൾഡ് കോയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ആമസോണിനൊക്കെ വാങ്ങിക്കാറുണ്ട് ഗോൾഡ് കോയിനും ഗോൾഡ് ബാറൊക്കെ. നമുക്ക് ഇത്രയും കാലം ആമസോൺ ICICI കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ അത് നിർത്തിയത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ജ്വല്ലറി വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ ഗോൾഡ് ബാറോ ഗോൾഡ് കോയിനോ വാങ്ങിച്ചു വയ്ക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ അതിൽ ഈ പണിക്കൂലിന് സാധനം ഭയങ്കര കുറവായിരിക്കും. ചില സമയത്ത് അത് ഇല്ലാണ്ട് തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ മറ്റേ ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടം പോലെ എന്താ പറയുക ഇത് വരും, പണിക്കൂലി വരും. അത് നമ്മൾ കൊടുക്കുമ്പോൾ അത് കിട്ടൂല. അപ്പോൾ അത് വൻ നഷ്ടമാണ്. അപ്പോൾ ജ്വല്ലറീനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കതൊരു ഫിസിക്കൽ ഗോൾഡും ഇതാണല്ലോ. പക്ഷേ നിങ്ങൾ ഫിസിക്കൽ ഗോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ബാർ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ചെയ്താൽ മതി. പക്ഷേ അതായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വെച്ചാൽ ഗോൾഡ് പ്രൈസ് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ കുറേ പേര് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഇവർക്ക് ഗോൾഡ് എന്താ പറയുക, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ലിക്വിഡിറ്റി പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. വെച്ചാൽ പ്രത്യേകിച്ച് ബൾക്കായിട്ട് 1-2 ഗോൾഡ് കോയിൻ അല്ല പറയണത്, ബൾക്കായിട്ട് ഇപ്പോൾ ആവശ്യം വരുമ്പോൾ മിക്ക ആൾക്കാരും ഗോൾഡ് വിൽക്കാണല്ലോ ചെയ്യാറ്. അപ്പം അങ്ങനെ ബൾക്കായിട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അതങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് 2030, 2050 ഒക്കെ ആകുമ്പോൾ ഗോൾഡ് പ്രൈസൊക്കെ ഭയങ്കര റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 100% ഒക്കെ റിട്ടേൺ കാര്യങ്ങളൊക്കെ ഗോൾഡിന് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2-3 കൊല്ലമായിട്ട് ഭയങ്കരമായിട്ടാണ് ഗോൾഡ് പ്രൈസ് അടിച്ചു കയറി പോകുന്നത്. മെയിൻ കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യുദ്ധം, അതുപോലെ തന്നെ എന്താ പറയുക, അൺസർട്ടനിറ്റി, ആർക്കും അറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിക്കുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സാണ്. സെൻട്രൽ ഗവൺമെൻറ്റോ സെൻട്രൽ ബാങ്കോ ഒന്നല്ല, ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിക്കുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റർ. അപ്പോൾ റീസെൻ്റ്ലി റിപ്പോർട്ട് വന്നിരിക്കുന്നത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയോ 28 ബില്യൺ അങ്ങനത്തെ ആണ്. ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ സെൻട്രൽ ബാങ്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ കൺട്രീസ് അടക്കം ഭയങ്കരമായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യുദ്ധം വരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിന് ഇഷ്യൂസ്, നമ്മുടെ ട്രംപ് വന്നിട്ട് ആകെ ലംബാക്കി വെച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഡോളർ ഇപ്പം അത്രയും കാലം അമേരിക്കക്കാരൊക്കെ ഡോളറുമായിരുന്നു. ഇപ്പോൾ ഡോളറും ആകെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയും ബ്രിക്സ് കൺട്രീസുകൾ കൂടിയിട്ട് ഡോളറിന് പകരം വേറെ കറൻസി ആക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഡോളറും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പോൾ എല്ലാവരും ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും കൂടുതൽ പ്രൈസ് കൂടാൻ അതാണ്. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസും കൂടും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയൊക്കെ ലിസ്റ്റിലുണ്ട്. ഏറ്റവും കൂടുതൽ 2025 ഗോൾഡ് വാങ്ങിച്ചാൽ ചൈനയൊക്കെ ലിസ്റ്റിലുണ്ട്. പക്ഷേ ടോപ്പ് 1 അല്ല, 1 വേറെ ഏതോ കൺട്രിയാണ്, ഞാൻ അസർബൈജാനാണോ എന്നൊക്കെയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടൊരു ഇൻവെസ്റ്റ് ചെയ്യാന്നൊരു സംഭവം തന്നെയാണ്. ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ഒന്നും ഇടിഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര നെഗ്ലിജിബിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. പക്ഷേ കുറേയൊക്കെ ചെയ്യും. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്ന വിലകാട്ടൊക്കെ ഒന്നും ഇടിഞ്ഞൊന്നും പോവില്ല. അതെന്തായാലും ഉറപ്പാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. അപ്പോൾ അതെന്തായാലും അത് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ചെയ്യുന്ന മെത്തേഡ്, അതായത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്. പക്ഷേ ഫിസിക്കൽ ഗോൾഡ് ഇപ്പോൾ ഞാൻ തൽക്കാലം നിർത്തിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ആദ്യം ഡിജിറ്റൽ ഗോൾഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഡിജിറ്റൽ ഗോൾഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് റെഗുലേറ്റർ അല്ല ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സെബി, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ പണിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ ജാർ ആപ്പ് ഉണ്ടല്ലോ, ജാർ ആപ്പ്, അതിലൊക്കെ ആക്ച്വലി കുറേ പേർക്ക് ഗോൾഡ് വാങ്ങിച്ചിട്ട് അത് സെല് ചെയ്യാൻ പറ്റുന്നതില്ല. കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോർമലി ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടേമിനൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1 ഇയറിനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഗുല്ലക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നിർത്തി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് ടേമിന് വെക്കാണ്ടിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഗോൾഡിനൊക്കെ പ്രൈസ് ഡിഫറൻസ് ആണ്. ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഡിജിറ്റൽ ഗോൾഡ്. ഞാനിപ്പോൾ ഡിജിറ്റൽ ഗോൾഡൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു കൊല്ലങ്ങളായി. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡും അതുപോലെ തന്നെ ഗോൾഡ് ETF ആണ്. ETF എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ്. നമുക്ക് ഡിമാൻഡ് അക്കൗണ്ടിലൊക്കെ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ടോ മണി ഉപയോഗിച്ചിട്ടോ ഗ്രോയിൽ ഉപയോഗിച്ചിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാൻ 2 ETF, ഗോൾഡ് ETFും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിൽവർ ETFും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ത്യമണിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും വേണമെങ്കിൽ ഇന്ത്യമണി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഗ്രോവിൻ്റെ കിട്ടുകയാണെങ്കിലും കൊടുക്കാം. ഞാൻ ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഗ്രോയിൽ അവർ റെഫർ ലിങ്ക് എൻ്റെ പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പിന്നെ ഏഞ്ചൽ 1 ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഒന്നെങ്കിൽ കമൻറ്റിൽ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ETF. എന്ന് വെച്ചാൽ ETF ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ലിക്വിഡിറ്റി ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി കൂടുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് പോലെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് വേണം, നല്ല വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഗോൾഡ് ETF ഒക്കെ നല്ല ഡിമാൻഡ് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന പോലെ തന്നെ ഞാൻ നോർമലി ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ മുമ്പൊക്കെ നോർമൽ ഒരു ഗോൾഡ് ETF-നൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 60 രൂപ ആ റേഞ്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ 100 രൂപ 120 രൂപയ്ക്കാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരുന്നില്ല. ഞാൻ 2 ഗോൾഡ് ETF ചെയ്യുന്നുണ്ട്, ഒരു സിൽവറിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിൽവറും അടിച്ചു കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വെച്ചാൽ സിൽവർ നിങ്ങൾ ജ്വല്ലറി നോക്കണ്ട, അല്ലാത്ത ബാക്കിയുള്ള ഫീൽഡിലും, അതായത് EV ഫീൽഡിൽ, അങ്ങനെ മൾട്ടിപ്പിൾ കെമിക്കൽ ഫീൽഡിൽ, അങ്ങനെ മൾട്ടിപ്പിൾ ഫീൽഡ്സിൽ ഈ സിൽവർ കുറേ ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനി സിൽവറിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് തന്നെ സിൽവറിൻ്റെ പ്രൈസ് കത്തിക്കയറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എക്സ്പേർട്സ് പറയുന്നത് ഗോൾഡിനായിട്ടും കത്തിക്കയറുന്ന പറയുന്നത്, അത് ഗോൾഡിനായിട്ട് റിട്ടേൺ തരുന്ന പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു സിൽവറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്കലൊന്നും വേണ്ട, ഫിസിക്കലിലേക്കേ പോകണ്ടാട്ടോ. ഫിസിക്കലി ഗോൾഡ് സിൽവർ ഒരു ഇതില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫിസിക്കലി തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആപ്പിലേക്ക് പോവുക. അതിൽ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു വിചാരിക്കാം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഗോൾഡ് ETF എന്ന് അടിച്ചാൽ മതി. ഗോൾഡ് ETF എന്ന് അടിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പം നിപ്പോണിൻ്റെ ഉണ്ട്, സിറോദ ഗോൾഡ് ETF ഉണ്ട്, ICICI പ്രൊഡൻഷ്യൽ ഉണ്ട്, SBI ഗോൾഡ് ETF ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാം 100ൻ്റെ മുകളിലുള്ള പ്രൈസ്. ഞാൻ പറഞ്ഞില്ല, ഒരു 1 ഇയറിൻ്റെ മുമ്പ് വരെ ഇത് 60 രൂപ ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ അമ്മാതിരി കൂടിയിട്ടുണ്ട്. ഗോൾഡ് ETF ഭയങ്കര പതുക്കെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ETF-കളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്നായിട്ട് ഇങ്ങനെ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ആവില്ല, ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ആവില്ല. അപ്പോൾ അത് കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പരിപാടിയാണ്, ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ETF എന്നിട്ട്. ഞാൻ ഫിസിക്കൽ ഗോൾഡും നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ ഇതേപോലെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ചെറിയ ഈ ജ്വല്ലറീസ് ഉണ്ടായിരുന്ന ഗോൾഡ് ജ്വല്ലറീസ് എന്നൊക്കെ പൂട്ടിപ്പോൾ. അപ്പോൾ അവർക്കൊന്നും ഒന്നാമത് താങ്ങാൻ പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം ഒരു 10 ഗോൾഡ് കോയിൻ കൊണ്ടുപോയാൽ തന്നെ നോർമൽ ആൾക്കാർക്ക് അത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അമ്മാതിരി പ്രൈസാണ് ഇപ്പോൾ കൂടിക്കുന്നത്.
അപ്പോൾ ലക്ഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ വലിയ ഷോപ്പുകാർ പോലും അത് എന്താ പറയുക മണി ക്യാഷായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയണം, അത് എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ഹയസ്റ്റ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്, ഇത് നിങ്ങളൊരു എഡ്യൂക്കേഷണൽ വീഡിയോ കണ്ടന്റായിട്ട് ചെയ്താൽ മതി, ഞാൻ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പരിപാടി നമുക്ക് ഈ ETF ആയിട്ട് വാങ്ങിച്ചു നോക്കിയായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഈ ETF എല്ലാം ഞാനിപ്പോൾ മെയിനായിട്ട് ഞാൻ ആക്ച്വലി SIP വെച്ചിട്ടുണ്ട്. ഈ ETF വീക്ക്ലി SIP വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വാരിയിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മന്ത്ലി അല്ല വെച്ചേക്കുന്നത്, നമുക്ക് വീക്ക്ലിയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത് നോർമൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ അത് ആ എമൗണ്ട് കയറിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് വാങ്ങിച്ചു തന്നെ പോയിക്കോളും. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിട്ടേൺ ഉണ്ട് ഇപ്പോൾ സാധനത്തിൽ ഗോൾഡ് ETF. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോയിൻസാണ് ഞാൻ നോർമലി വാങ്ങിക്കാറ്. കോയിൻസും വാങ്ങിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാറും വാങ്ങിക്കാറുണ്ട്. നിങ്ങൾക്ക് അത് അറിയാവുന്ന പോലെ തന്നെ ആമസോണിലാണ് ഉണ്ട് ഇപ്പോൾ. ഞാനിപ്പോൾ ആമസോണിൽ ഞാൻ ഇഷ്ടം പോലെ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മലബാർ ഗോൾഡിൻ്റെ അവരുടെ ഒഫീഷ്യൽ ജ്വല്ലറി ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അതിന്ന് വാങ്ങിക്കാറുണ്ട്. ഞാൻ കടയിൽ പോയിട്ടൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ, എല്ലാം ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാറ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ആമസോണിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഗോൾഡ് കോയിൻ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇതിൽ മിക്ക മലബാറിൻ്റെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജോയ ആലുക്കാസ്, PC ചന്ദന ജ്വല്ലറി കണ്ടോ. ഇത് ആ കാണിച്ച പോലെ തന്നെ ഇതിനും ആക്ച്വലി ഇപ്പോൾ 1 കാർഡിനൊക്കെ ഇപ്പോൾ ഓഫർ കാണിക്കുന്നുണ്ട്. RBL ബാങ്കിൻ്റെ കാർഡിന് ഓഫർ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലാഭം കിട്ടും. ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ കാണിച്ചു തരാം. നോർമലി ഞാൻ നമ്മുടെ നമ്മുടെ ആമസോൺ ICICI കാർഡ് വെച്ച് വാങ്ങിക്കാറ്. അപ്പോൾ അത് അവർ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണുന്നുണ്ടിരിക്കുന്നുണ്ടോ, ലാസ്റ്റ് പർച്ചേസ് തോന്നുന്നത് കാണുന്നുണ്ടോ. അപ്പോൾ ഇത് മലബാർ ഗോൾഡിൻ്റെ ഒരു 24 ക്യാരറ്റിൻ്റെ ഗോൾഡായിരുന്നു. ഇതിപ്പോൾ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഓഫർ എല്ലാത്തിനൊന്നും ഓഫറില്ല, ചില ഇതിന് ഓഫർ മലബാർ ഗോൾഡിൻ്റെ ചിലതിന് ഓഫറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഒരു പെൻഡൻ്റ് ആണ്, ഇതൊരു ഗോൾഡ് കോയിൻ പെൻഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കണ്ടു, നിങ്ങൾക്ക് ലാസ്റ്റ് പർച്ചേസിൽ കാണാം. ഇത് കണ്ടോ 14,459 രൂപയാണ്. ഇത് ആക്ച്വലി 1 ഗ്രാമിൻ്റെ 24 ക്യാരറ്റ്, അതായത് തനി തങ്കം. അപ്പോൾ പരിപാടിയാണ്. ഇതിന് ആക്ച്വലി നിങ്ങൾക്ക് ഇതിന് ചില സമയത്ത് നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതിലുണ്ടോ ആമസോൺ ICICI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 222 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 1 കാർഡ് ഉണ്ടെങ്കിൽ 150 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഗോൾഡ് കോയിൻസോ ബാറായിട്ട് വാങ്ങിച്ചാൽ മതി. ജ്വല്ലറിയിലേക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, എന്ന് വെച്ചാൽ നഷ്ടമായിരിക്കും. നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ നഷ്ടമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആണിയാനൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ജ്വല്ലറി വാങ്ങിച്ച് കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ജ്വല്ലറി വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്, കമ്മൽ വാങ്ങിച്ച് വയ്ക്കും. പക്ഷെ അതൊക്കെ നഷ്ടമാണ്, വളരെ നഷ്ടമാണ്. അപ്പോൾ അത് ആ ഒരു പരിപാടി മാറ്റിയിട്ട് അതിന് പകരം കോയിനോ ഫിസിക്കൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ല റെക്കമെൻഡബിൾ നമ്മൾ ETF തന്നെയാണ്. അത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റൽ ഗോൾഡ് നല്ലതാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഡിജിറ്റൽ ഗോൾഡിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ ഷോർട്ട് ടൈമിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിക്കാനുള്ളത് ഗുല്ലാക്ക് എന്ന ആപ്പാണെന്ന്, അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ അതിലേക്ക് എടുക്കുന്നുണ്ട് എൻ്റെ ഇത്. പക്ഷേ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല, അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. നമുക്ക് SIP അതിലും ചെയ്യാൻ പറ്റും, പക്ഷേ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന് ഡിജിറ്റൽ ഗോൾഡ് കുറേ അതിൻ്റെ ഇടയിൽ അവന്മാർ സെല്ലിംഗ് പ്രൈസൊക്കെ ഭയങ്കര കുറവായിരിക്കും. വാങ്ങിയതിൻ്റെ ചിലപ്പോൾ നല്ല ശതമാനം കുറവാണ് സെല്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ വിൽക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ആ പരിപാടി നടക്കില്ലെങ്കിൽ വിൽക്കാൻ പറ്റും, പക്ഷേ വൻ നഷ്ടമായിരിക്കും. അപ്പോൾ ആ പരിപാടിക്ക് പോകണ്ട കേട്ടോ. അതുപോലെ നിങ്ങൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രൈസ് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് തന്നെ 3000 കുറഞ്ഞു, ഇന്നലെ 7000 കുറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 10000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ എക്സ്പേർട്സ് പറയുന്നത് 25% കുറയുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ കുറവ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. 5 കൊല്ലം കഴിയുമ്പോൾ 2030 ആകുമ്പോൾ നല്ല പോലെ ഗോൾഡ് കയറും, അത് ഉറപ്പാണ്. അത് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോൾഡ് ഇടിഞ്ഞ് പൊണ്ടാറങ്ങി പോകുന്നില്ല കേട്ടോ, അത് ആരും പ്രതീക്ഷിക്കൊന്നും വേണ്ട. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് ഗോൾഡ് എന്ന് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് മെത്തേഡ് പരിപാടി തന്നെയാണ് ഗോൾഡ് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കും. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കമൻറ്റ് തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഗോൾഡ് ഇപ്പോൾ വാങ്ങിക്കുന്നത് നല്ലതാണോ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാരണം നമ്മളൊരു വീഡിയോ ചെയ്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. ഓഫ്.